ദായിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം, വെട്ടൻ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. കുറുക്കോളി മൊയ്തീൻ MLA നിയമസഭയിൽ മുഖ്യമന്ത്രി പരിഹസിച്ചതിന് മറുപടിയുമായി മുൻ MLA VT ബൽറാം രംഗത്ത്. ഓരോ പ്രദേശവുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കുക എന്നത് നിയമസഭാ അംഗത്തിന്റെ അവകാശവും ഉത്തരവാദിത്തവുമാണെന്ന് മുൻ MLA VT ബൽറാം പറഞ്ഞു. ജില്ലയിൽ യാത്രാമാർഗ്ഗങ്ങൾ ഉണ്ടാവുക എന്നത് ജനകീയ ആവശ്യമാണ്. കുറുക്കോളി മൊയ്തീൻ MLAയോട് മുഖ്യമന്ത്രിക്ക് ക്രിയാത്മകമായി പ്രതികരിക്കാമായിരുന്നുവെന്നും നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി CPM ജനപ്രതിനിധിയെ അപമാനിച്ചിരുന്നുവെന്നും ബൽറാം കൂട്ടിച്ചേർത്തു. ഓരോ പ്രദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കുക എന്നുള്ളത് നിയമസഭാംഗങ്ങളുടെ അവകാശമാണ്, അതോടൊപ്പം ഉത്തരവാദിത്വമാണ്. ഇപ്പം മലപ്പുറം ജില്ല എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലകളിൽ ഒന്നാണല്ലോ. ഇതിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സുഗമമായിട്ടുള്ള യാത്രാ മാധ്യമങ്ങൾ ഉണ്ടാവുക, യാത്രാ മാർഗങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു ജനകീയ ആവശ്യമാണ്. അതിപ്പോ മെട്രോ ആണോ അതല്ല മറ്റേതെങ്കിലും രൂപത്തിലുള്ള ഒരു യാത്രാ സംവിധാനമാണോ വേണ്ടത് എന്നുള്ളതൊക്കെ അത് ഭരണാധികാരികൾ പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷെ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള സ്പീഡ് യാത്ര മാത്രം പോരാ. അതാണല്ലോ ഗവൺമെന്റിന്റെ ഒരു പ്രയോറിറ്റി ആയി കേരളയിൽ എന്നൊക്കെ പറഞ്ഞ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനേക്കാൾ കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നത് ഓരോ ജില്ലകൾക്കകത്തുള്ള പ്രദേശങ്ങളിലാണ്. അപ്പൊ അത് ഇത്രയും വലിയൊരു ജില്ലയിൽ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ എത്തുന്നതിൽ മണിക്കൂറുകളുടെ കാലതാമസം ഉണ്ടാകുന്നു. റോഡുകൾ പലതും തകർന്നു കിടക്കുകയാണ്. ആ നിലയിൽ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം എന്നുള്ളൊരു സതുദ്ദേശമായിരിക്കും തിരൂർ MLA കൊണ്ട് അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെപ്പിച്ചത്. അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ അത് തൽക്കാലത്തേക്ക് പ്രായോഗികമല്ലെങ്കിൽ അതിനെ ബഹുമാനപൂർവ്വം അത് ആ നിലയിൽ നിലപാട് അവതരിപ്പിക്കുക, സർക്കാരിന്റെ മറുപടി ആ നിലയിൽ അവതരിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് പക്വതയുള്ള ഭരണാധികാരികളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിന് പകരം മുഖ്യമന്ത്രിയുടെ ഒരു സ്ഥിരം സ്വഭാവം ഉണ്ടല്ലോ, ജനപ്രതിനിധികൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട ജനകീയ ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ അവരെ ആ വേദിയിൽ തന്നെ അപമാനിക്കുക എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു സ്ഥിരം രീതിയാണ്. അപ്പൊ അത് UDFന്റെ MLA ആയ കുറുക്കോളി മൊയ്തീൻ സാഹിബിന് മാത്രമല്ല ഇത് നേരിടേണ്ടി വന്നത്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന്റെ തന്നെ നവകേരള സദസ്സിൽ കോട്ടയത്ത് അവരുടെ LDFന്റെ ഭാഗമായിട്ടുള്ള MLA ചാഴിക്കാടൻ അദ്ദേഹം റബ്ബർ വിലയിടിവിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പരസ്യമായിട്ട് അപമാനിക്കായിരുന്നു ആ വേദിയിൽ വെച്ച് തന്നെ. അപ്പൊ അതൊരു ശരിയായ സമീപനമല്ല. ജനപ്രതിനിധികൾ ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കും. അത് ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രായോഗികം, ആ നിലയ്ക്കുള്ള നിലപാട് ഗവൺമെന്റിന് പറയാം. പക്ഷെ ആ പറയുമ്പോൾ അതൊരു അപമാനിക്കുന്ന രീതിയിൽ ആവരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.